ഓൾറെഡി ഞാൻ സൂയിസൈഡ് കഴിഞ്ഞ് കണ്ടോ, ഓപ്പണായിട്ട് പറയാം, സൂയിസൈഡ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുന്നുണ്ട്, എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കൂടുന്നുണ്ട്. വെറുതെ സീരിയസ് ആയിട്ട് എല്ലാവരും അങ്ങ് സ്നേഹിക്കും, വിട്ടിട്ട് പോകുമ്പം ഇതാണ് പ്രശ്നം. 4 തേപ്പ് കിട്ടിയതാ. എന്നിട്ടും ചില്ലാണ്, ഒരു കുഴപ്പമില്ല. എല്ലാവരും പണിക്ക് പോവും, പൈസ ആക്കും, പിറ്റേ മാസം അതിലെ ടൂർ പോകും. നിങ്ങളൊക്കെയാണ് ജനറേഷൻസ്. അടിപൊളി. അപ്പൊ കീപ് ഗോയിങ്. നമ്മുടെ ന്യൂ ജനറേഷന്റെ ഇടയിൽ ഇന്ന് സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് ഡിപ്രഷൻ. അത് പോകെ പോകെ കൂടിക്കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്താണ് ന്യൂ ജനറേഷന് സംഭവിക്കുന്നത്? ഇത്രയധികം ഡിപ്രഷനിലേക്കാണോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ. നിങ്ങളുടെ തലമുറ, അതായത് ന്യൂ ജനറേഷൻ ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ശരിയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ചെറിയ രീതിയിൽ. ശരി, എന്താണ് ആ ഡിപ്രഷൻ? ഇങ്ങനെ പെട്ടെന്ന് ഡിപ്രഷൻ വീട്ടിലുള്ള ആണോ പ്രശ്നം, അതോ പരീക്ഷയൊക്കെ അത് അത്രയും സ്ട്രെസ് ആണോ നിങ്ങൾക്ക് പരീക്ഷ? അതാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ഡിപ്രഷൻ, നിങ്ങൾ എന്ത് ചിന്തിച്ചു കൂട്ടുന്നത്? അതിന് റിസൾട്ട് വരുമ്പോൾ ടെൻഷൻ കൂടുന്നത്. ടെൻഷൻ കൂടും. വീട്ടുകാരുടെ പ്രഷറൊക്കെ പേടിച്ചിട്ടാണോ? പൈസ മുടക്കി പഠിപ്പിക്കുന്നു അതിന്റെ ആണോ? അങ്ങനൊന്നും അല്ല. കോളേജിൽ ചെന്നിട്ട് പിന്നെ ടീച്ചർമാരുടെയും പ്രിൻസിപ്പളിന്റെ ഒക്കെ കേട്ടോണ്ടിരിക്കട്ടെ, അത് താങ്ങാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഇതെല്ലാം സ്ഥിരം എല്ലാവരും കേൾത്ത് ഒരു കുസലില്ല തൊലിക്കിട്ടിയൊക്കെ കൂടിയ ടീമുകളായിരുന്നു ഞങ്ങളുടെയൊക്കെ ജനറേഷൻ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മൃദുല ഹൃദയരാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം. ഡിപ്രഷൻ മാറ്റാൻ എന്താ ചെയ്യുക? മാറ്റാൻ കടന്നുറങ്ങാൻ വേറെ. അതാണ് അങ്ങനെ. ചിലർക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ചിലവർക്ക് ഇങ്ങനെ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കറങ്ങുമ്പോൾ. താങ്കൾ ഉറക്കം. അപ്പൊ ആശ്വാസം കിട്ടും. അങ്ങനെ ഡിപ്രഷൻ ഇല്ല. ഹാപ്പി. ഓക്കെ, ഗുഡ്. ന്യൂ ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പം ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ടാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഇടയിലുണ്ടോ? അത്ര ഡിപ്രസ്ഡ് ആണോ നിങ്ങളുടെ ജനറേഷൻ? അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ സിറ്റുവേഷൻ പോലെ ആയിരിക്കുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അമ്മ വഴക്ക് പറഞ്ഞ, അച്ഛൻ വഴക്ക്, എക്സാം, തേപ്പ്, ഇതെല്ലാം ഒരു പ്രശ്നമായി മാറി. ഡിപ്രഷൻ എന്ന ഒരു വേർഡ് പോലും നിങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴാണ് ആൾക്കാർ കേൾക്കുന്നത്. അത് ഓരോരുത്തർ എടുക്കണതിനനുസരിച്ചിരിക്കും. അത് ഓരോ സിറ്റുവേഷൻ. ചിലവർ ചെറിയ കാര്യങ്ങൾ ഇമോഷണലി അത് എടുക്കണവരായിരിക്കും, പെട്ടെന്ന് ഹേർട്ട് ആവണവരൊക്കെ ആയിരിക്കും. അതൊക്കെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ അത് പറ്റാറുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന, നിങ്ങൾ ഡിപ്രഷനിൽ ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടോ? എന്തായിരുന്നു റീസൺ? അപ്പോൾ സോറി, പുറത്ത് പറയാൻ പറ്റുന്ന റീസണായി പറഞ്ഞാൽ മതി, എനിക്ക് പറയണ്ട. ഇത് യൂട്യൂബിൽ വരും. ഓക്കെ, എങ്കിൽ വേണ്ട. ഡിപ്രഷനോട് കാരണം എങ്ങനെയാണ് ഓവർകം? എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പിന്നെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകാം. പക്ഷെ നമ്മൾ ഓവർകം ചെയ്യണം, അതിലാ കാര്യം. ഓക്കെ, അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് ടിപ്സ് ആവുന്നുണ്ട് ചോദിച്ചോ. അത് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇനിയിപ്പോൾ സ്റ്റഡീസ് ആണെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുക, എന്തെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിടാം. പിന്നെ അത് നല്ലൊരു കാര്യത്തിനായി സംഭവിച്ചതാണെന്ന് ഓർത്ത് നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക. നല്ലത് വരാൻ പോകുന്നത് നല്ലതിന് ആ മോട്ടോ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ദ ടിപ്സ്. നിങ്ങളുടെ ഈ ജനറേഷൻ ഡിപ്രസ്ഡ് ആണ്, കൂടുതലും ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് പെട്ടെന്ന്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ സംഭവം ഉണ്ടോ? അത്യാവശ്യം വേണ്ട സമയത്ത് ഡിപ്രസ്ഡ് ആയിരിക്കും, അത് ഓരോ റീസൺ അനുസരിച്ചിരിക്കും. അല്ലാത്ത സമയത്ത് ഇപ്പോൾ കുറേ പേരുണ്ട്, ഫാമിലിയൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ ഡിപ്രസ്ഡ് ആയാലും പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റും. ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ സ്റ്റഡീസിനൊക്കെ പോയി വേറൊരു രാജ്യത്തൊക്കെ താമസിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആവുമോ? അത് കുറച്ച് സമയത്തേക്ക് എന്തായാലും ഉണ്ടാവും, കാരണം ആളുകൾ ഉണ്ടാവില്ല, പിന്നെ അധികം ടച്ച് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഡിപ്രസ്ഡ് ആവില്ല, കുറച്ച് എന്താ പറയുക, ഹോം സിക്നെസ് വരും. എപ്പോഴും വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും. അത്യാവശ്യം ഹാപ്പി ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഡിപ്രസ്ഡ് ആണെന്നൊരു പൊതുവെ അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അതെ. ആണോ? അതെന്താണ് കാരണം? ഓരോ പ്രശ്നം കാണും. ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ കുറെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഡിപ്രസ്ഡ് ആവും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഓവർകം ഉണ്ടെങ്കിൽ അത് വളരെയധികം ഡിപ്രസ്ഡ് ആവും. എങ്ങനെയാണ് നിങ്ങൾ ഡിപ്രഷൻ ഓവർകം ചെയ്യുന്നത്? അത് ചിലരും ഓവർകം ചെയ്യത്തില്ല, എല്ലാവരുടെ മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന ഉള്ളിൽ ആ ഡിപ്രഷൻ തന്നെ കാണും. ഒറ്റയ്ക്ക് ആയാൽ പെടും. പെടും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നടക്കുന്നത്? ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ ഡിപ്രഷൻ ഒന്നും അറിയാറില്ല. ഉണ്ടെങ്കിൽ തന്നെയും മാറും. അത് മാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല? ഇല്ല, പറ്റില്ല. അയ്യോ, അപ്പം എന്ത് ചെയ്യും നിങ്ങൾ? ഒറ്റയ്ക്ക് ഇരിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ പണിപാളി. ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒക്കെ അതിനുള്ളൊരു മാർഗങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? എപ്പോഴും ഫ്രണ്ട്സ് കൂടെ കാണില്ലല്ലോ. ഇല്ല. എന്ത് റീസൺ ആയിരിക്കും നിങ്ങൾ ഡിപ്രസ്? മെയിനായിട്ട് ഈ പറയുന്ന പോലെ പഠിത്തം, തേപ്പ്, ഇതൊക്കെ തന്നെയാണോ കാരണം? ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാണും.
ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഓക്കെ തേപ്പ് അങ്ങനെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. ഇടയിൽ തന്നെ ഓരോ പ്രശ്നം കാണത്തില്ലേ, ചിലവര് മിണ്ടാതിരിക്കുമ്പോ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോ വേഗം ഒരു ദിവസം അവരിങ്ങനെ കാണിക്കുമ്പോ മാറത്തില്ലത്. ഇല്ല ഇല്ല. ഓ അത് മാറ്റണം കേട്ടോ, നിങ്ങളുടെ ജനറേഷൻ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അത് എണ്ണിക്കൊണ്ടിരുന്നോളൂ, സിറ്റ് ഔട്ട്. ചില്ലായിട്ട് പറഞ്ഞാൽ മതി. അതായത് നിങ്ങളുടെ ജനറേഷൻ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡിപ്രഷനാണ്, നിരാശയിലാണെന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഇല്ല, ചില്ലാണ്. സത്യം വളരെ ഒരു വെറൈറ്റി മറുപടിയാണ്. ഇത്രയും നേരം ചോദിച്ചു നിങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർ ചോദിച്ചിട്ട് അവർ പറഞ്ഞത് എല്ലാവരും ഡിപ്രഷനാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല. എന്താ ലൈഫിനെ കുറിച്ച് തോന്നുന്നത്? ജോലിയാണ്, പിന്നെ വൈബാണ്, ഫുള്ള് കറങ്ങലാണ് പരിപാടി. ഫുൾ കളറാണ്. ഒരു കുഴപ്പമില്ല. എല്ലാവരും പണിക്കും പൈസക്കും പിറ്റേ ദിവസത്തെ മാസം അതിലെ ടൂർ പോകും. ഓ പോളി ടീംസ്. നിങ്ങളിപ്പോൾ എത്ര സ്ഥലങ്ങളിലൊക്കെ ടൂറിന് പോയി? എവിടെ പോയത്? വയനാട് പോയിട്ട് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവമാണ്. അപ്പൊ പിന്നെ ഇനി പണിക്ക് കയറുക, പൈസ ഉണ്ടാക്കുക, അടുത്ത ടൂറിന് പോവാം. നിങ്ങളൊക്കെയാണ് ജനറേഷൻസ്. അടിപൊളി. അപ്പൊ കീപ് ഗോയിങ്. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾ മറ്റുള്ളവർ ഞങ്ങളുടെ ഇതിൽ വരും, മറ്റുള്ളവരുടെ ടീം എന്തുകൊണ്ട് അവർ ഡിപ്രഷനിലേക്കും നിങ്ങൾ ഡിപ്രഷൻ ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും നിങ്ങൾ. കാരണം യു ആർ വർക്കിംഗ് ഹാർഡ് ആൻഡ് എൻജോയിങ് ലൈഫ് അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ജനറേഷനൊക്കെ ഭയങ്കര ഡിപ്രഷനിലാണെന്ന് പറയുന്നു, ഉള്ളത് തന്നെ വരട്ടെ. സത്യം പരമാർത്ഥം അല്ലേ? എന്താണ് ഇങ്ങനെ ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകുന്നത്? ഇത്ര സ്മാർട്ടായിട്ടുള്ള ജനറേഷൻ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക്, ഭയങ്കര അപവാദമാണല്ലോ നിങ്ങളെക്കുറിച്ച്. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനറേഷൻ വെറുതെ സീരിയസ് ആയിട്ട് എല്ലാവരും അങ്ങ് സ്നേഹിക്കും, വിട്ടിട്ട് പോകുമ്പം ഇതാണ് പ്രശ്നം. പറയൂ, എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും ആരും വിശ്വസിക്കരുത്. അത് ഈ ഒറ്റ ഒരു സാഡായിട്ടുള്ള ഇൻസിഡന്റ് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും അവിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താണ്, പിന്നെ ആരും ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. അതിന്റെ ഒരു ഹേർട്ട് കുറെ കാലം, അതിന്റെ വൂൺസ് കുറെ കാലം ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യോ? ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട്. എന്താ ചെയ്തുപോലെ ഒന്ന് ചില്ലാവും? അതോ ചില്ലാവും, എന്നാലും നൈറ്റ് ഒക്കെ ആകുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ അല്ലേ? ഓക്കെ. എന്താണ് മെയിൻ റീസൺസ് വരുന്നത്? കൂടുതലും ബ്രേക്കപ്സ് ആണോ? മെയിൻ ബ്രേക്കപ്സ് ആവാം, അധികം ഓവറായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടാവാം, അതൊക്കെ തന്നെ. അവർ വിട്ടിട്ട് പോകുന്നുണ്ടാവും, വിഷമം ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പം ചുമ്മാതെ പറയുന്നതല്ല നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? തന്നെയാണോ അഭിപ്രായം? ജനറേഷനൊക്കെ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മനക്കെട്ടി അതാണ് ആർജിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജനറേഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ലേ, സ്മാർട്ട് ജനറേഷനെ. ഓക്കെ, താങ്ക് യു. എപ്പോഴും ഡിപ്രഷനിലാണെന്നൊരു അഭിപ്രായം, അപവാദമുണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഈ ജനറേഷനിലെ കുട്ടിയോട് ചോദിക്കൂ. അല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓരോ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുന്നുണ്ട്. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കൂടുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഡിപ്രഷൻ കൂടുതലാണ്. എന്തായിരിക്കും റീസൺസ് വരുന്നത്? റീസൺസ് മൊബൈൽ തന്നെ ആയിരിക്കാം, സോഷ്യൽ മീഡിയ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം. എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച്? ഈ ഡിപ്രഷനിലായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പറയാം. ഓൾറെഡി ഞാൻ സൂയിസൈഡ് കഴിഞ്ഞ് കണ്ടോ, ഓപ്പണായിട്ട് പറയാം, സൂയിസൈഡ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിപ്രഷനിൽ റിക്കവറായി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ നടന്ന് എൻ്റെ ഡിപ്രഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണെങ്കിലും എന്താണെങ്കിലും ഒരാളെ പറ്റിക്കാതിരിക്കുക, മെയിനായിട്ട് എനിക്ക് പറയാനതേ ഉള്ളൂ. പറ്റിക്കാതിരിക്കുക. എല്ലാവരുടെ ഫീലിങ്സും ഒരേപോലെ ആയിരിക്കില്ല. പേജ് മറിക്കുന്നതിലും മറിക്കാതിരിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ജനറേഷൻ ഡിപ്രഷനിലാണെന്ന് പൊതുവെ പറയപ്പെടുന്നത്, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? 4 തേപ്പ് കിട്ടിയതാ, എന്നിട്ടും ചില്ലാണ്, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഡിപ്രഷൻ ഒന്നുമില്ല. നിങ്ങളുടെ ജനറേഷനെ കുറിച്ച് ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ. പുറത്ത് കാണിക്കില്ലായിരുന്നു, ഓരോരുത്തർ ഫീലിംഗ് ഉള്ളിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യുമോ? ചിലവർക്ക് അഫക്റ്റ് ചെയ്യും. ഇങ്ങനെ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി മൂകനായിട്ട് ഭയങ്കര സാഡായിട്ട് നടക്കും നിങ്ങൾ? അങ്ങനെയൊന്നുമില്ല. വിഷമമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല. എപ്പോഴും കൂൾ ആൻഡ് ബ്രേവ് ആയിട്ട് നടക്കും അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ചില്ലാണ്. 4 അല്ല 40 പോയിട്ടില്ല, ഞങ്ങൾക്ക് വിഷയമല്ല, ഒരു പ്രശ്നമല്ല. എല്ലാം നല്ലതിന് തന്നെ. ഓക്കെ, വൈബി. ഓക്കെ, താങ്ക്സ്. നിങ്ങളുടെ ജനറേഷൻ അല്ലേ ഉള്ളവരെല്ലാവരും ഡിപ്രഷനിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ എന്താ അഭിപ്രായം അതിനെക്കുറിച്ച്? അതിന് ഡിപ്രഷനിലോട്ട് അങ്ങനെ പോകേണ്ട കാര്യമില്ല. കാരണം ഡിപ്രഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് അത് നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതുമല്ല ഇങ്ങനെ എല്ലാവരും കൂടെ ഡിപ്രഷനിലോട്ട് ഇങ്ങനെ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാവുന്നേ അത് അതിന് കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്. വീട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആണോ? അല്ല, നമ്മൾ ഡിപ്രസ്ഡ് അല്ല. ഡിപ്രഷൻ അല്ല, സ്ട്രെസ്ഫുൾ ലൈഫാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ എനിക്ക് തന്നെ സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പഠിക്കണമുണ്ട്, അതിൻ്റെ കുറച്ച് സ്ട്രെസ് ഉണ്ട്. അതെനിക്ക് കിട്ടാറുള്ള ഇടയ്ക്ക് വിഷമമൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മൾ പിന്നെ ഓർക്കാം, അത് അങ്ങനെ സാഹചര്യങ്ങളാണല്ലോ. കുഴപ്പം അടുത്ത കാലത്ത് ഇത്രയും സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് കഴിയുമ്പോൾ എന്തായിരിക്കും? കഴിയുമ്പോൾ അത് ഓർത്തിട്ട് അതും ടെൻഷനാണ്. എല്ലാം ചില്ലാകട്ടെ. ഓക്കെ, അപ്പോൾ വൈബാണ്. അതെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ എന്താ നിങ്ങൾ ചെയ്യുക? ഓവർകം ചെയ്യാൻ ആ സമയത്ത് അങ്ങനെ ഇരിക്കും, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും. മറ്റത് ഇങ്ങനെ എനിക്കിങ്ങനെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത്. പിന്നെ ചിലപ്പോൾ പഠിത്തം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇത് ചെയ്യണത് ഇഷ്ടമല്ലെങ്കിൽ, അത് സ്ട്രെസ്ഫുള്ള്, നമുക്ക് സ്ട്രെസ് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആഴ്ച ഡൈവേർട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ.